ചില രുചികൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കാറില്ലേ? അത്തരത്തിലൊരു ഓർമ്മയാണ് വേലിച്ചീരത്തോരൻ. എൻ്റെ അമ്മയുടെ അമ്മ വല്യമ്മച്ചി എന്ന് ഞങ്ങൾ വിളിക്കും. വല്യമ്മച്ചിയാണ് പണ്ട് ഞങ്ങൾക്കിത് ഉണ്ടാക്കി തന്നിരുന്നത്. വല്യമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു മജീഷ്യനെ പോലെയായിരുന്നു. വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെയുള്ള സാധാരണ ഐറ്റംസ് ഉപയോഗിച്ച് അതീവ രുചികരമായ ഭക്ഷണം വല്യമ്മച്ചി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒന്നാണ് വേലിച്ചീര കൊണ്ടുള്ള ഈ തോരൻ. വീടിൻ്റെ അതിരുകളിലും മറ്റും വേലിയായി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് വേലിച്ചീര എന്ന് പേര് വന്നത്. മൈസൂർ ചീര, ജപ്പാൻ ചീര, ചിക്കുർമണിസ്, മധുരച്ചീര, സിംഗപ്പൂർ ചീര എന്നൊക്കെ ഇതിന് പേരുണ്ട്. സോറോപ്പസ് ആൻഡ്രോഗൈനസ് എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. വിറ്റാമിൻ എ, വിറ്റമിൻ ബി, സി, പ്രോട്ടീൻസ്, മിനറൽസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ ചീര. ഇത് കഴിക്കാൻ പാടില്ല, ക്യാൻസർ വരും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പ്രൂഫില്ല കേട്ടോ. പച്ചയ്ക്കും ഒരുപാട് ക്വാണ്ടിറ്റിയും കഴിക്കരുത് എന്നേ ഉള്ളൂ. അതിപ്പോൾ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. ഒരു ചിലവും ഇല്ലാതെ കിട്ടുന്ന പോഷക സമ്പുഷ്ടമായ ഒരു ചീരയാണിത്. തോരൻ വെച്ചിട്ടോ മുട്ട ചേർത്ത് ചിക്കിയോ ഇത് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.